ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടിയിലും വിവിധ സർക്കാർ ആശുപത്രികളിലും LIC ഓഫ് ഇന്ത്യയിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. എഴുത്തും വായനയും അറിയുന്നവർക്ക് മുതൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. സ്ഥിര താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം അംഗൻവാടിയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ഇടുക്കി ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അഴുത ICDS പ്രോജക്റ്റിലെ കൊക്കേർ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടികളിൽ അടുത്ത 3 വർഷത്തിനുള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അങ്കണവാടി ഹെൽപ്പറുടെ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിന് കൊക്കേർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിര താമസക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ 1/1/2024 മുതൽ 18-നും 46-നും മധ്യേ പ്രായമുള്ളവരും 10ാം ക്ലാസ് പാസ്സാവാത്തവരും എഴുത്തും വായനയും അറിയാവുന്നവരുമായിരിക്കണം. അപേക്ഷകൾ സെപ്റ്റംബർ 25 വൈകിട്ട് 5 മണിക്ക് മുമ്പായി പീരുമേട് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന അഴുത ICDS ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോമുകൾക്ക് കൊക്കേർ ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായോ അഴുത ICDS ഓഫീസുമായിട്ടോ ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ രസതന്ത്ര വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് അധ്യാപക അസിസ്റ്റന്റ് പ്രൊഫസർ താൽക്കാലിക തസ്തികയിലേക്ക് ഒഴിവ് വന്നിട്ടുണ്ട്. 55% മാർക്കോടെ കെമിസ്ട്രി ബിരുദാനന്തര ബിരുദമാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ നെറ്റ് അല്ലെങ്കിൽ PhDയും ഉണ്ടായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുമായി സെപ്റ്റംബർ 5 രാവിലെ 10 മണിക്ക് അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ സർക്കാർ വനിതാ കോളേജിൽ ഹോം സയൻസ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് സെപ്റ്റംബർ 6 രാവിലെ 10:30 ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെ മേഖലാ ഓഫീസുകളിൽ ഗസ്റ്റ് ലെക്ചറർമാരുടെ പാനലിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ യോഗ്യത, ജനനതീയതി, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ, മേഖലാ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തത് തെളിയിക്കുന്നതിനുള്ള രേഖകൾ എന്നിവ സഹിതം പ്രിൻസിപ്പലിൻ്റെ ചേംബറിൽ അഭിമുഖത്തിന് നേരിട്ട് ഹാജരാവണം. അടുത്തത് കണ്ണൂർ ജില്ലയിൽ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി ആശുപത്രികളിൽ അറ്റൻഡർ, ഡിസ്പെൻസർ, നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികകളിൽ താൽക്കാലിക ഒഴിവുകളിലേക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ 1970 ഡിസംബർ 1 ശേഷം ജനനതീയതി ഉള്ളവരും സർക്കാർ ഹോമിയോ ആശുപത്രി അല്ലെങ്കിൽ ഡിസ്പെൻസറി അല്ലെങ്കിൽ TCMC ക്ലാസ് രജിസ്ട്രേഷനുള്ള അംഗീകൃത ഹോമിയോ ഡോക്ടറുടെ കീഴിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം. SSLC അടിസ്ഥാന യോഗ്യത ഉള്ളവരുമായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം സിവിൽ സ്റ്റേഷനിലെ ജില്ലാ മെഡിക്കൽ ഓഫീസ് ഹോമിയോ F ബ്ലോക്കിൽ സെപ്റ്റംബർ 5 രാവിലെ 10:30 ഇന്റർവ്യൂവിന് ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് കണ്ണൂർ ജില്ലയിലെ കേന്ദ്ര അർദ്ധ സർക്കാർ LIC ഓഫ് ഇന്ത്യ സ്ഥാപനത്തിൽ കരിയർ ഏജന്റ് തസ്തികയിൽ 50 ഒഴിവ് വന്നിട്ടുണ്ട്. സ്ത്രീകൾക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. യോഗ്യത SSLC ആണ്. പ്രായപരിധി 18 മുതൽ 65 വയസ്സ് വരെയാണ്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും രജിസ്ട്രേഷൻ കാർഡും സഹിതം പേര് രജിസ്റ്റർ ചെയ്ത എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ സെപ്റ്റംബർ 7, 8, 9 തീയതികളിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികകളിൽ നിയമനം നടത്തുന്നുണ്ട്. ഗവൺമെൻറ് അംഗീകൃത ANM കോഴ്സ് വിജയവും കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ രജിസ്ട്രേഷനാണ് JPHന് വേണ്ട ക്വാളിഫിക്കേഷൻ വരുന്നത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് ബിരുദവും PGDC അല്ലെങ്കിൽ DC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇരു തസ്തികകളിലും പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. സെപ്റ്റംബർ 3 രാവിലെ 10 മണിക്ക് JPHN തസ്തികയിലേക്കും 10:30 ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കും ഇന്റർവ്യൂ നടക്കും. മെഡിക്കൽ ഓഫീസറുടെ ഓഫീസിൽ വെച്ചാണ് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.